എനിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ ദിനം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവമായ കർത്താവ് നമ്മുടെ ആയുസ്സിനോട് ഒരു ദിനം കൂടി ചേർത്ത് വെച്ച് നൽകുമ്പോൾ, കർത്താവ് ഈ ദിനം നിൻ്റെ തിരുഹിതത്തോടൊത്ത് ജീവിക്കുവാൻ, നിൻ്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങേ സാക്ഷികളാകുവാൻ കൃപ തരണമേ എന്ന് നമുക്ക് ദാഹപൂർവം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു ദിനം കൂടി നമുക്ക് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിന്, കാരുണ്യത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനയാണ് ഓരോ ദിനവും വലിയ അഭിഷേകമായ അനുഗ്രഹമായി ശുശ്രൂഷയെ അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തുന്നത്. തീർച്ചയായും വചനം കേട്ടും പ്രാർത്ഥിച്ചും ആയിരിക്കുന്ന അനേകായിരങ്ങളെ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തോട് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ ശുശ്രൂഷയെ മനോഹരമായി അണിയിച്ചൊരുക്കുവാൻ രാപകൽ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാ പ്രേക്ഷിത മക്കളെയും അമ്മയുടെ സ്വർഗീയ മാധ്യസ്ഥത്തിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ തിരുവചനങ്ങൾക്കായി പ്രാർത്ഥനാപൂർവം നമുക്കൊരുങ്ങാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വചനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ മനസ്സുകളെ എല്ലാം ഒരുക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുമ്പോഴാണ് വചനത്തിൻ്റെ ആന്തരിക സന്ദേശത്തെ സ്വീകരിച്ച് വചനത്തിന് ഫലം നൽകാൻ നമ്മൾ കഴിവുള്ളവരാകുന്നത്. ആ വലിയ കൃപയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവ്, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ പരിശുദ്ധാത്മാവ്, ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനങ്ങളെ ദാഹത്തോടെ സ്വീകരിക്കാൻ, വചനത്തിൻ്റെ ദൈവിക സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ നീ ഞങ്ങൾ ഓരോരുത്തരിലും വന്ന് നിറയണമേ. ഞങ്ങളുടെ ബുദ്ധിയെ, ചിന്തയെ, മനസ്സിനെ എല്ലാം പരിശുദ്ധാത്മാവെ നിൻ്റെ ദിവ്യദീപ്തിയാൽ നീ പ്രകാശിപ്പിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായി നമുക്ക് ആത്മദാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു വലിയ കൃപയാണ് ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം നമുക്കുണ്ടാകണം. മറ്റുള്ളവരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം നമ്മിലുണ്ടാകണം. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനമാണ്. ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണിത്. ദൈവസന്നിധിയിൽ ഈ വലിയൊരു കൃപയ്ക്ക് വേണ്ടി ഈ ദിനം പ്രത്യേകമാംവിധം നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായം 6 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ദൈവം വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി
ഈ ദിനം നൽകുന്നത്. പ്രാർത്ഥനയോടെ ദൈവ തിരുവചനങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരാൾക്ക് 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99 മലയിൽ വിട്ടിട്ട് അവൻ വഴിതെറ്റിയതിനെ അന്വേഷിച്ച് പോകുകയില്ലേ? കണ്ടെത്തിയാൽ അതിനെക്കുറിച്ച്, വഴിതെറ്റിപ്പോകാത്ത 99 എന്നതിനേക്കാൾ അവൻ സന്തോഷിക്കുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇതുപോലെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. യേശുവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായി സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ നിന്നാണ് തിരുവചനങ്ങൾ നമ്മൾ ശ്രവിച്ചത്. വചനം വളരെ മനോഹരമായി ദൈവത്തിൻ്റെ വലിയ ദാഹം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. 100 ആടുകളുണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ 99 മലയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ തേടിപ്പോകുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരിക. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെയും ആത്മാവിൻ്റെ രക്ഷയെ ദൈവം എത്രയധികമായി കരുതുന്നു, ദൈവം എത്രയധികമായി കാണുന്നു എന്നതിൻ്റെ മനോഹരമായ ഒരു വെളിപ്പെടുത്തലാണ് ഈ തിരുവചനം. വചനം പറയുകയാണ്, നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ 99 മലയിൽ വിട്ട് അന്വേഷിച്ച് കണ്ടെത്തി കഴിയുമ്പോൾ എത്ര വലിയ ആനന്ദമായിരിക്കും, സന്തോഷമായിരിക്കും ഇടയനുണ്ടാകുക. ഇതേ ആനന്ദമാണ്, സന്തോഷമാണ് നമ്മുടെ ആത്മാവ് രക്ഷയിലേക്ക് വരുമ്പോൾ ദൈവത്തിനുണ്ടാകുന്നത്. ഇതുകൊണ്ടാണ് വചനത്തിൽ ഈശോ പറയും, ചെറിയവരിൽ ഒരുവൻ്റെ പോലും ആത്മാവ് നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അഭിലഷിക്കുന്നില്ല. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ കൃപയെക്കുറിച്ചാണ് കർത്താവ് വെളിപ്പെടുത്തി തരിക. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ചുള്ള ദാഹം നമുക്ക് നഷ്ടപ്പെടുകയാണ്. നാം പോലും ഇന്ന് അതറിയുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ തിരിഞ്ഞു നോക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ 99% പ്രാർത്ഥന എന്തിനു വേണ്ടിയാണ്? ഈ ലോകം, ഈ ലോക ജീവിതം സന്തോഷമാകണം, അത് അനുഗ്രഹമാകണം, നമുക്ക് സമ്പത്തുണ്ടാകണം, സൗകര്യങ്ങളുണ്ടാകണം. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള, ഈ ലോക ജീവിതവുമായി ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി വരുന്നത് പോലും. ആത്മാവിൻ്റെ രക്ഷ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വിഷയമായി മാറുന്നില്ല. എന്താണ് കാരണം പ്രിയമുള്ളവരെ? ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ദാഹം നമ്മിലില്ലാതെ പോകുന്നത് കൊണ്ടാണ്. ഈ ലോകത്തെ മാത്രം കണ്ടുള്ള പ്രാർത്ഥനയും ആത്മീയതയുമായി നമ്മുടെ ജീവിതം മാറുന്നത്. ഒരു രോഗം വരുമ്പോൾ രോഗസൗഖ്യം നമുക്ക് ലഭിക്കണം. ഒരു കടബാധ്യത ഉണ്ടാകുമ്പോൾ എങ്ങനെയെങ്കിലും കടബാധ്യതയിൽ നിന്ന് ദൈവം നമ്മെ സംരക്ഷിക്കണം, ദൈവം നമ്മെ വിടുവിക്കണം. ഒരു ജീവിത പ്രശ്നം വരുമ്പോൾ, സമാധാനമില്ലാത്ത രാത്രി വരുമ്പോൾ, ഉറക്കമില്ലാത്ത രാവ് വരുമ്പോൾ, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് വിടുതൽ കിട്ടി സമാധാനമായിട്ട് ഉണ്ടുറങ്ങി ജീവിക്കാൻ പറ്റണം. എല്ലാം ഈ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം. പ്രിയമുള്ളവരെ, എന്നാൽ ഇങ്ങനെ ആകാൻ പാടില്ലെന്നാണ് വചനം പറയുന്നത്. ഇതാണ് കർത്താവ് വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തരിക. മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടമായ നിനക്ക് എന്താ പ്രയോജനം? നമ്മൾ ഈ ലോക ജീവിതം അത് സന്തോഷമാകാൻ, അനുഗ്രഹമാകാൻ, സമ്പത്തും സൗകര്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മൾ നൊവേന സ്ഥലങ്ങളിൽ പോകുന്നു, തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു, തീർത്ഥാടനം നടത്തുന്നു, നമ്മളെല്ലാം ചെയ്യുന്നു. നോക്കുക പ്രിയമുള്ളവരെ, ഈ ലോക ജീവിതം മനോഹരമായി, അനുഗ്രഹമായി എല്ലാം നമുക്ക് ദൈവം തന്നു. ആത്മാവ് രക്ഷയിലല്ലെങ്കിലോ എന്താ പ്രയോജനം? ഇതാണ് ദൈവത്തിൻ്റെ വചനം നാം ഓരോരുത്തരോടും ചോദിക്കുന്നത്. പലപ്പോഴും ഈ വചനം നൽകുന്ന ദൈവത്തിൻ്റെ ആ വലിയ ആന്തരിക സന്ദേശത്തെ പലപ്പോഴും നമുക്ക് ഇനിയും ഉൾക്കൊള്ളാൻ, ഇനിയും തിരിച്ചറിയാൻ, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.
കർത്താവ് ഈ ഒരു ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹത്തെക്കുറിച്ച് നമുക്ക് ഈ തിരുവചനത്തിലൂടെ ബോധ്യം തരികയാണ്. ആലോചിച്ച് നോക്കുക, 100 ആടുകളുള്ളൊരു ഇടയൻ, അവൻ്റെ ആ 100 ആടുകളിൽ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ വചനം പറയാണ് 99 ആടിനെ മലയിൽ തനിയെ വിട്ടിട്ട്, നോക്കുക, തനിയെ വിട്ടിട്ട്. അതിൻ്റെ ഒരു വെല്ലുവിളി നമ്മൾ തിരിച്ചറിയണം. 99നെയും മലയിൽ തനിയെ വിട്ടിട്ട്, ഇടയൻ കൂടെയില്ല. 99 എന്തു സംഭവിക്കാം? വന്യമൃഗങ്ങൾ വരാം, കാട്ടുമൃഗങ്ങൾ വരാം. ആ 99ൽ 8 എണ്ണത്തിനെയോ 10 എണ്ണത്തിനെയോ 12 എണ്ണത്തിനെയോ കാട്ടുമൃഗങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയേക്കാം. അതൊന്നും കാര്യമാക്കാതെ നഷ്ടപ്പെട്ടു പോയ ഒന്നിൻ്റെ പുറകെ പോകുന്ന ഇടയൻ്റെ ഹൃദയം, ആ ഇടയൻ്റെ മനസ്സ്, ആ ഒന്നിനു വേണ്ടിയുള്ള ഇടയൻ്റെ ദാഹം, പ്രിയമുള്ളവർ, ഇതിനെയാണ് ആത്മദാഹം എന്ന് പറയുന്നത്. ഈ ദാഹമാണ് ഇന്ന് നമുക്കില്ലാതെ പോകുന്നത്. സങ്കടത്തോടെ പലപ്പോഴും ഇടവക ശുശ്രൂഷയിൽ കാണുന്ന കാര്യമുണ്ട്. ഞായറാഴ്ച ദിനങ്ങളിൽ മക്കളെ ഞായറാഴ്ച പള്ളിയിലേക്ക് പറഞ്ഞു വിടാതെ എൻട്രൻസ് ക്ലാസ്സുകളിലേക്ക് പറഞ്ഞു വിടുന്ന മാതാപിതാക്കളുടെ എണ്ണം വരികയാണ്. ഒരു പരീക്ഷ അടുത്ത് വരുന്നു. മോനെ മോളെ ഞായറാഴ്ച കാറ്റഗിസത്തിന് പോയിട്ട് എന്താ കാര്യം? പള്ളിയിൽ പോയിട്ട് എന്താ കാര്യം? മോൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്ന, നാളെ പരീക്ഷയാണ്, 4 മാർക്ക് മേടിക്കുക എന്ന് പറയുന്ന സത്യക്രിസ്ത്യാനികളായ മാതാപിതാക്കളുടെ എണ്ണം കൂടുകയാണ്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് കൂടുന്നത്? മക്കളുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള ദാഹം മാതാപിതാക്കൾക്ക് ഇല്ലാതെ പോകുന്നു. അവനെ എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിച്ച് ജർമ്മനിയിലേക്ക് വിടണം, കാനഡയിലേക്ക് വിടണം, അമേരിക്കയിലേക്ക് വിടണം. വിടുന്നതിൽ തെറ്റില്ല, വിടുക തന്നെ വേണം. എന്നാൽ പ്രിയമുള്ള മാതാപിതാക്കളെ, ആ മക്കളുടെ ആത്മാക്കളുടെ രക്ഷയുടെ ഉത്തരവാദിത്വം ദൈവം നിങ്ങൾക്കല്ലേ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്. ആ മക്കൾ ഈശോയെ അറിയണമെങ്കിൽ നിങ്ങൾ കൂടെ പരിശ്രമിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടെങ്കിലേ അല്ലേ ആ മക്കൾ ദൈവത്തെ അറിയാനിട വരൂ, ദൈവത്തിൻ്റെ സ്വന്തമാകാനിട വരൂ. അവരെവിടെ പോയാലും അവരുടെ ആത്മാവ് നഷ്ടപ്പെടാതെ അവർ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവത്തിന് പ്രിയപ്പെട്ട് വളർന്ന് ജീവിക്കണമെങ്കിൽ ദൈവത്തെ കൊടുത്താലല്ലേ അവർക്ക് ജീവിക്കാൻ പറ്റും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഈ ആത്മദാഹം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഈ ചെറിയവരിൽ ഒരുവൻ്റെ പോലും ആത്മാവ് നഷ്ടപ്പെട്ടു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അഭിലഷിക്കുന്നില്ല എന്ന് ഈശോ പറയുമ്പോൾ സ്വർഗത്തിൻ്റെ ദാഹം ഒന്ന് പ്രിയമുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. ഈ ദൈവത്തിൻ്റെ മനസ്സ് ഈ വചനത്തിലൂടെ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റണം. ആ ദൈവത്തിൻ്റെ തിരുമനസ്സോട് തിരുഹിതത്തോട് ചേർന്ന് നമുക്ക് വ്യക്തിപരമായി ജീവിക്കാനും നമ്മളെ ദൈവം വരമേൽപ്പിച്ചിട്ടുള്ളവരെ ആ വലിയ ബോധ്യത്തിൽ അവരുടെ ആത്മാക്കളുടെ രക്ഷ, അവരുടെ ആത്മരക്ഷ ഉറപ്പുവരുത്താനും കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമാകുക, നമ്മുടെ കുടുംബം അനുഗ്രഹമാകുക, നമ്മുടെ മക്കൾ അനുഗ്രഹമാകുക. അവിടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടത് ഒന്നും കൊടുക്കാതെ ഈ ലോകത്തിൽ വലിയൊരു ജീവിതം കണ്ടെത്തണം. അവർ വലിയ ജോലിയുള്ളവരാകണം, സമ്പത്തുള്ളവരാകണം, കുടുംബത്തിൽ സമ്പത്ത് വരണം, സൗകര്യങ്ങളുണ്ടാകണം. ഇത് മാത്രം, ഈ ലോകത്തെ മാത്രം ലക്ഷ്യം വെച്ച് മക്കളെ വളർത്തുമ്പോൾ, നാം ജീവിതം നയിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ആത്മനാശത്തിലാണ് എന്ന് തിരിച്ചറിയാൻ കർത്താവ് ഈ തിരുവചനത്തിലൂടെ നമ്മെ ക്ഷണിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആത്മീയ കാഴ്ചയാണിത്. ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് ബോധവാന്മാരല്ലാതെ ഈ ലോക ജീവിതത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു ആത്മീയ ജീവിതം, ഒരു വിശ്വാസ ജീവിതം, അതിന് എന്ത് പ്രസക്തിയാണുള്ളത്? വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകൾ നമുക്ക് ഓർക്കാൻ പറ്റണം. ഈ ലോകത്തിനു വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റേത് മനുഷ്യരെക്കാൾ നിർഭാഗ്യവാന്മാരാണ്. എത്രയോ ഗൗരവതരമായ, എത്രയോ രൂക്ഷമായ ഭാഷയിലാണ് പൗലോസ്ലീഹ നമ്മെ താക്കീത് ചെയ്യുന്നത്, വിശ്വാസികളായി താക്കീത് ചെയ്യുന്നത്, ഉത്ബോധിപ്പിക്കുന്നത്. ഈ ലോകത്തിന് വേണ്ടി മാത്രം, ഈ ലോകത്തിലെ ഒരു നല്ല ജീവിതം, ഒരു അനുഗ്രഹ ജീവിതം, ഒരു സന്തോഷ ജീവിതം, അതിനുവേണ്ടി മാത്രമാണ് മകനെ മകളെ നീ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് എങ്കിൽ നീ ലോകത്തിലെ മറ്റേത് അവനെ അറിയാത്ത
മറ്റേത് മതസ്ഥരേക്കാൾ, ഏത് മനുഷ്യനേക്കാൾ നീ നിർഭാഗ്യവാനാണ്. ഇതിലും നല്ലത് നീ ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്നതായിരുന്നു. പ്രിയമുള്ളവരെ, കർത്താവ് തിരുവചനത്തിലൂടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട, ഏറ്റെടുക്കേണ്ട വലിയൊരു ദൈവിക സന്ദേശം നമുക്ക് തരികയാണ്. ദൈവം നമുക്ക് വരമേൽപ്പിച്ച് തന്നിരിക്കുന്നവരുണ്ട്. ഭർത്താവിന് ഭാര്യയെ, ഭാര്യയ്ക്ക് ഭർത്താവിനെ, മാതാപിതാക്കൾക്ക് മക്കളെ, കുടുംബാംഗങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, ഒരു വികാരിയച്ഛനെ, ഇടവക ജനത്തെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് ദൈവം. അവരുടെ ആത്മാക്കളുടെ രക്ഷയെ കരുതി അതിനെ മുന്നിൽ കണ്ട് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ, അവർക്ക് വേണ്ടി കരം വിരിച്ച് പ്രാർത്ഥിക്കാൻ, ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാതെ പോയാൽ ദൈവസന്നിധിയിൽ നമ്മൾ കടപ്പെട്ടവരാകും. ദൈവസന്നിധിയിൽ ഒരു ദിനം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ അവഗണിച്ചതുകൊണ്ട് മാത്രമല്ല, മറ്റനേകരുടെ ആത്മരക്ഷയെ അവഗണിച്ചതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ തിരസ്കൃതരാകും. അങ്ങനെ വരാതിരിക്കാനാണ് പ്രിയമുള്ളവരെ ഈശോ ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് ഈ വലിയ വചനബോധ്യം, ഈ ഉൾക്കാഴ്ച തരുന്നത്. ഈ ചെറിയൊരുവൻ്റെ പോലും ആത്മാവ് നശിച്ചു പോകാതെ എൻ്റെ പിതാവ് അപേക്ഷിക്കുന്നില്ല. നമുക്ക് തിരിച്ചറിയാം, ആത്മാക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള ദാഹം കൊണ്ട് ദൈവമേ ഞങ്ങളെ നിറയ്ക്കണം. അനേകം പുണ്യാത്മാക്കളെ ഈ ദാഹം കൊണ്ടാണ് ദൈവം തീ പിടിപ്പിച്ചത്. തീപ്പന്തം പോലെ അനേക വിശുദ്ധർ ജ്വലിച്ചത് ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ദാഹം നിമിത്തമാണ്. കർത്താവ് ഈ കാലഘട്ടത്തിൽ ആ വലിയ ദാഹത്തിലേക്ക്, ആ വലിയ ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. അപ്പോൾ നല്ല ദൈവമേ, അവിടെ നൽകിയ ജീവിതത്തെക്കുറിച്ചും ദാനമായി നൽകിയ ആത്മാവിനെക്കുറിച്ചും അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ ഓരോരുത്തരുടെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ ചിന്തപ്പെട്ട രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് അത് നിർമ്മലവും പവിത്രവുമായ ഒരു ദിനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കണമെന്നാണല്ലോ ദൈവമേ നീ ആഗ്രഹിക്കുന്നത്. കർത്താവെ, ആ വലിയ വെളിച്ചം നിന്റെ മക്കളായ ഞങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവെ, കുരിശിൽ വേദനയാൽ പിടഞ്ഞ് പിതാവിന് ബലിയായി തീരുമ്പോൾ അവിടുന്ന് എങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവെ എനിക്ക് ദാഹിക്കുന്നു. ഈശോയെ, ഈ ലോകത്തിലെ ജനകോടികളുടെ ആത്മാക്കളുടെ രക്ഷയെ കണ്ടാണല്ലോ കർത്താവെ, ദാഹത്തോടെയാണല്ലോ അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചത്. ഈശോയെ, എൻ്റെയും ഈ ലോകത്തിലെ ജനകോടികളുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ ഏറ്റെടുത്ത ത്യാഗം, നീ ഏറ്റെടുത്ത പീഡ, നീ ഏറ്റെടുത്ത സഹനം അതെത്ര അഗാധമെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവെ, നിൻ്റെ ആ തിരുഹിതത്തോട് ചേർന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രിയ പരിശുദ്ധാത്മാവെ, ദൈവത്തിൻ്റെ ഈ വലിയ വചനങ്ങൾ നൽകുന്ന ആന്തരിക സന്ദേശത്തെ വിശ്വാസ കണ്ണുകളിലൂടെ കാണാൻ ദൈവം ഞങ്ങളിൽ നിക്ഷേപിച്ച അവിടുത്തെ ആത്മാവിനെ കണ്ടുകൊണ്ട് അനുദിനം പ്രാർത്ഥനയിലൂടെ, കുദാശകളിലൂടെ ഞങ്ങളെ ആത്മാക്കളെ വിശുദ്ധീകരിക്കാൻ ദാഹം കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ നിറയ്ക്കണമേ. അമ്മേ ദൈവമാതാവേ, അമ്മ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുഹിതത്തോട് സഹരക്ഷക എന്ന പോലെ അമ്മ സഹകരിച്ചത് ഞങ്ങൾ ഓരോരുത്തരുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും അമ്മയോട് ചേർന്ന് ഞങ്ങളുടെ ആത്മാക്കളുടെ വിശുദ്ധീകരണത്തിനും രക്ഷയ്ക്കും പാപികളുടെ മാനസാന്തരത്തിനെല്ലാം വേണ്ടി അമ്മയുടെ പക്കൽ മധ്യസ്ഥം വഹിക്കുവാൻ അമ്മ ആ വലിയ കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾക്കായി മധ്യസ്ഥം തരണമേ. സകല വിശുദ്ധരെ, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ഈശോയുടെ മുഖം കണ്ട് നിങ്ങളായിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഉള്ള ഞങ്ങളുടെ ജീവിതം, ഞങ്ങളാരും ഇവിടുത്തെ സ്ഥിര താമസക്കാരല്ല, യാത്രക്കാരാണ്, തീർത്ഥാടകരാണ് എന്നതിനെ അറിഞ്ഞ്
ഒരു ദിനം ഞങ്ങൾ എത്തിച്ചേരേണ്ട ആ സ്വർഗത്തെ കണ്ട് ജീവിക്കുവാൻ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, ദൂതരെ ജീവിത വഴികളിലെന്നും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണം, പരിപാലനം നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ജോർദാൻ ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ മനതാരിലാനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. എന്റെ മനതാരിലാനന്ദമായി വരിക എന്റെ സ്വർഗീയ സൗഭാഗ്യമേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. കാരുണ്യമേ ദിവ്യരൂപ വരദാനമേകുന്ന വാരിതേ. സ്നേഹത്തിൻ ജോർദാനു വേണ്ടി കേഴുന്ന വേഴാമ്പലാണു ഞാൻ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. എന്റെ ആത്മാവ് ദാഹിക്കുന്നു, നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. എന്റെ ആത്മാവ് ദാഹിക്കുന്നു, നിനക്കു വേണ്ടി ഒരുപാട് ദാഹിക്കുന്നു. ജീവജലത്തിൻ്റെ നാഥ ദാഹം ശമിപ്പിച്ചിടേണേ. ജീവജലത്തിൻ്റെ നാഥ ദാഹം ശമിപ്പിച്ചിടേണേ. ഒരു നാളും ദാഹിച്ചിടാതെ ആത്മാവിൽ നീ വന്നു വാഴണേ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. ജോർദാൻ സ്നേഹത്തിൻ ജോർദാൻ ജീവന്റെ നാഥ ആനന്ദ കുളിരായി ചൊരിയൂ എന്നുള്ളിൽ നീ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കത്തോലിക്കാ സഭയോടും സഭയെ നയിക്കുന്ന പരിശുദ്ധ മാപ്പയോടും കർദ്ദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും വിശ്വാസികളോടും ചേർന്ന് ഒരു മനസ്സോടൊരു കൂട്ടായ്മയായി നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. സ്വർഗം നമ്മെ ഉറ്റുനോക്കുന്ന നിമിഷങ്ങളാണിത്. സ്വർഗം നമ്മുടെ പ്രാർത്ഥനകളെ ഏറ്റെടുക്കുന്ന നിമിഷങ്ങളാണിത്. ഈ വലിയ ബോധ്യത്തോടെ നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും വേദനകളിലും ദുരിതങ്ങളിലും രോഗങ്ങളിലും കഷ്ടനഷ്ടങ്ങളിലൊക്കെ ആയിരിക്കും അനേക ആയിരങ്ങളുണ്ട്. അവരോരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളെയും നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഈശോയുടെ ഈ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടിവിയുടെ ഈ പ്രഭാത വരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും
യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നന്ദി പറയുകയാണ്. തീർച്ചയായും നിങ്ങളേവരുടെയും പ്രാർത്ഥനകളും പ്രോത്സാഹനങ്ങളുമാണ് ഓരോ പ്രഭാതത്തിൽ അനേകായിരങ്ങളിലേക്ക് വലിയ അനുഗ്രഹമായ അഭിഷേകമായി ഈ ശുശ്രൂഷ കടന്നു ചെല്ലുവാൻ ഇടവരുത്തുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ദിവ്യബലികളിലും നിങ്ങൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥനകളിൽ നൊവേനകളിലെല്ലാം ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയും കൂടാരങ്ങളിൽ പ്രേക്ഷിത മക്കരാവകൾ നിങ്ങളേവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിലാണ്. നല്ല ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും തൻ്റെ കരുണയും തൻ്റെ കരുതലും എല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.